രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി വയനാട്ടിൽ എൻ്റെ കേരളം പ്രദർശന വിപണനമേള തുടങ്ങി. വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ നേട്ടങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള പവലിയനുകളും വിപണന സ്റ്റാളുകളുമാണ് മേളയിൽ ഒരുക്കിയിട്ടുള്ളത്. ജില്ലാ ഭരണകൂടവും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പും സംയുക്തമായാണ് എൻ്റെ കേരളം മേള നടത്തുന്നത്. കൽപ്പറ്റ SKMJ ഹൈസ്കൂൾ മൈതാനത്ത് നടക്കുന്ന മേളയിൽ വിവിധ വകുപ്പുകളുടെ 100ഓളം സ്റ്റാളുകളാണ് ഒരുക്കിയത്. സംസ്ഥാന സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും സംസ്ഥാനം കൈവരിച്ച മികവുകളും നേട്ടങ്ങളും പ്രദർശന വിപണന മേളയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. സർക്കാർ വകുപ്പുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും പങ്കെടുക്കുന്ന പ്രദർശന സ്റ്റാളുകൾ, വ്യവസായ വകുപ്പിന് കീഴിലെ സംരംഭക യൂണിറ്റുകൾ, കുടുംബശ്രീ എന്നിവർ അണിനിരക്കുന്ന വിപണനമേള, B2B മീറ്റ്, ടെക്നോളജി പ്രദർശനം, ചർച്ചാവേദി എന്നിവയും മേളയിലുണ്ട്. കൂടാതെ ഭക്ഷ്യമേള, കേരളത്തിന്റെ നേട്ടങ്ങളുടെ പ്രദർശനം, ടൂറിസം പവലിയൻ, കിഫ്ബി സ്റ്റാൾ, കുട്ടികൾക്കായുള്ള പ്ലേ ഏരിയ എന്നിവ മേളയുടെ ആകർഷണങ്ങളാണ്. മറ്റൊരു ആകർഷണീയമാണ് കേന്ദ്രം എന്ന് പറയുന്നത് കുടുംബശ്രീയുടെ ഫുഡ് സ്റ്റാളാണ്. വ്യത്യസ്ത ഫുഡ് ഐറ്റംസ് ആണ് ഈ വർഷം സജ്ജീകരിച്ചിരിക്കുന്നത്. ഓരോ സ്റ്റാളിൽ ഓരോ ഐറ്റം എന്നുള്ള നിലയിൽ വ്യത്യസ്ത ഭക്ഷ്യവിഭവങ്ങളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. വലിയൊരു ജനക്കൂട്ടം ഇതിലെത്തുന്നു എന്നതിൽ സന്തോഷം. പ്രദർശനമേളയിൽ എത്തുന്നവർക്ക് വ്യത്യസ്ത രുചികളുമായി വിരുന്നൊരുക്കുകയാണ് ഒരു കൂട്ടം കുടുംബശ്രീ പ്രവർത്തകർ. ചായയും പരിപ്പുവടയും മുതൽ ബിരിയാണിയും ചോറും കറിയും വരെ ഇവിടെ ലഭിക്കും. ഒരേ സമയം 100 പേർക്ക് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാം. നാടൻ വിഭവങ്ങൾ മുതൽ അറേബ്യൻ ഫുഡ്സ് വരെയാണ് വിപണനം നടത്തുന്നത്. വളരെ രുചിയേറെ, അതായത് അമ്മയുടെ കൈപുണ്യത്തോടെ കൂടിയാണ് ഇത് ചെയ്യുന്നത്. അത്രയും രുചികരമായിട്ട് തന്നെ ചെയ്യുന്നു. വിവിധ തരം ദോശകൾ, മലബാർ സ്പെഷ്യലുകൾ, പാനിപൂരി, പത്തിരിയും ബീഫും പൊറോട്ടയും വരെ ഫുഡ് കോർട്ടിൽ തയ്യാറാക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ട് കലാപരിപാടികൾ ആസ്വദിക്കാൻ കഴിയും വിധമാണ് സ്റ്റാളിന്റെ ക്രമീകരണം. കൃത്യമായ സർവീസും സ്റ്റാളിന്റെ പ്രത്യേകതയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തയ്യാറാക്കിയ സ്റ്റാളിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അനന്ത സാധ്യതകൾ തുറന്നു കാണിക്കുന്നത്. അഫ്ലഹ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് AI സ്മാർട്ട് സിറ്റി നിർമ്മിച്ചിരിക്കുന്നത്. ഉരുൾപൊട്ടൽ സാധ്യതകൾ കണ്ടെത്തൽ, നാടിറങ്ങുന്ന വന്യമൃഗങ്ങളെ കണ്ടെത്തുക, അപകടങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പരിഹാരമായാണ് അമൻ അഫ്ലഹ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കണ്ടുപിടിച്ചത്. ഉരുൾപൊട്ടൽ പ്രദേശത്ത് തയ്യാറാക്കാവുന്ന AI സംവിധാനം അപകട വിവരങ്ങൾ 2 ദിവസം മുൻപേ ആളുകളിലേക്ക് എത്തിക്കും. വനമേഖലയിൽ നിന്നും ജനവാസ മേഖലയിലേക്ക് എത്തുന്ന അപകടകാരികളായ വന്യമൃഗങ്ങളെ കണ്ടെത്താൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൃത്രിമ ബുദ്ധിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും. പരിശീലനം ലഭിച്ച AI മോഡലുകൾ ഉപയോഗിച്ചുള്ള ക്യാമറ വന്യമൃഗങ്ങളെ കണ്ടെത്തി വനം വകുപ്പിന്റെ സഹായത്തോടെ പൊതുജനങ്ങൾക്ക് അറിയിപ്പ് നൽകും. ജില്ലയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്താൽ ആളുകൾ മരണപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കുകയാണ് AI സ്മാർട്ട് സിറ്റിയുടെ പ്രധാന ലക്ഷ്യം. ചുരം റോഡിലൂടെ അപകടകരമായി വരുന്ന വാഹനങ്ങൾ AI സംവിധാനത്തിന്റെ സഹായത്തോടെ അറിയാൻ സാധിക്കും. സുരക്ഷിതമായ ഡ്രൈവിംഗ്, ജാഗ്രത സ്ലോ, ഹാർഡ് സ്റ്റോപ്പ് എന്നിങ്ങനെ ക്യാബിനിൽ മുന്നറിയിപ്പ് നൽകാനും ഇതിലൂടെ സാധിക്കും. കൃഷി വകുപ്പിന്റെ തീം സ്റ്റാളിൽ കേരള ഗ്രോ ഉൽപ്പന്നങ്ങളുടെയും മില്ലറ്റ് ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനം കാണാനും അറിയാനും എത്തുന്നവർ ഏറെയാണ്. വിവിധ ഉൽപ്പന്നങ്ങളുടെ കൃഷിയും കൃഷിരീതിയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും വിപണനവും തുടങ്ങി എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വ്യക്തവും ലളിതവുമായ രീതിയിൽ വിശദീകരിച്ചു കൊടുക്കുന്നതിന് കൃഷി ഉദ്യോഗസ്ഥന്മാരുടെ ഒരു നിരയും സ്റ്റാളിൽ സജ്ജമായിട്ടുണ്ട്. വയനാടിന്റെ തനതായ കൃഷിരീതി പരിചയപ്പെടുത്തുന്ന ഡോക്യുമെന്ററിയും വയനാട്ടിലെ കർഷകരുടെ വിജയഗാഥകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഇൻഫർമേഷൻ കിയോസ്കും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
കേരള അഗ്രോ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ, കർഷകരുടെ തനതായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അവർക്ക് വിപണി കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി പല ദിക്കിലുള്ള കർഷകരുടെ ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് നമ്മളൊരു കോമൺ ആയിട്ടുള്ളൊരു ബ്രാൻഡ് ആയി കേരള അഗ്രോ എന്ന് പറയുന്ന ബ്രാൻഡഡ് ഉൽപ്പന്നമായിട്ട് നമ്മൾ ഷോപ്പുകളിൽ, സ്റ്റോളുകളിൽ നമ്മൾ ഉൽപ്പന്നം നടത്തുന്നത്. ഇത് അതിൻ്റെ ഡിസ്പ്ലേ ആണ് ഇവിടെ ഈ പവലിയനിൽ വെച്ചിട്ടുള്ളത്. കാർഷിക സേവനങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന കതിർ ആപ്പ് രജിസ്ട്രേഷൻ, ഹെൽപ്പ് ഡെസ്കും കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ ഫ്ളാഗ്ഷിപ്പ് പദ്ധതികളെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കുന്ന ഹെൽപ്പ് ഡെസ്കുകളും സ്റ്റാളിലുണ്ട്. കൃഷി വകുപ്പ് ആത്മയുടെ നേതൃത്വത്തിൽ വിവിധ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനികളും ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകളും ഒരുക്കിയ പ്രദർശന സ്റ്റാളുകളാണ് മേളയിലെ മറ്റൊരു ആകർഷണം. ഇതിനു പുറമെ 1500 ചതുരശ്ര അടിയിൽ ഒരുക്കിയിരിക്കുന്ന നടീൽ വസ്തുക്കളുടെയും കാർഷിക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെയും പ്രദർശന വിപണന മേളയും സജീവമാണ്. ഏപ്രിൽ 22 ആരംഭിച്ച മേളയിൽ 200-ലധികം ശീതീകരിച്ച സ്റ്റാളുകളും ഫുഡ് കോർട്ടും ഹരിത മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പ്രവർത്തിക്കുന്നത്. പേപ്പർ ഗ്ലാസുകളോ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളോ ഒന്നും തന്നെ സ്റ്റാളുകളിലോ പ്രദർശന നഗരിയിലോ ഉപയോഗിക്കുന്നില്ല. ഇത് പരിശോധിക്കുന്നതിന് ജില്ലാതല എൻഫോഴ്സ്മെന്റ് ടീം നേതൃത്വം നൽകുന്നുമുണ്ട്. സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേള ഈ വർഷം വളരെ പ്രത്യേകത എന്ന് പറയുന്നത് 100% മാലിന്യമുക്തമായി ചെയ്യാൻ സാധിച്ചതാണ്. തീർത്തും മാലിന്യത്തെ ഒഴിവാക്കി പുനരുപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഭക്ഷ്യമേള നടത്തുന്നത്. അതേപോലെ തന്നെ സർക്കാർ അനുവദിച്ചിട്ടുള്ള പേപ്പർ ഗ്ലാസ് പോലും ഉപയോഗിക്കാതെ സ്റ്റീൽ ടംബ്ലേഴ്സും കുപ്പി ഗ്ലാസും ഉപയോഗിച്ചാണ് വെള്ളം മുതലായവയെല്ലാം നൽകുന്നത്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അംഗീകാരമുള്ള ക്യാരി ബാഗുകൾ, പുനരുപയോഗിക്കാവുന്ന ഗ്ലാസുകൾ, പ്ലേറ്റുകൾ എന്നിവയാണ് മേളയിൽ ഉപയോഗിക്കുന്നത്. ഗ്രീൻ വോളണ്ടിയർമാർ ഇവിടെ സജീവവുമാണ്. മാലിന്യം നിക്ഷേപിക്കുന്നതിനായി 30 കൊട്ടകളും 20 ഡ്രമ്മുകളും പല സ്ഥലങ്ങളിലായി ഒരുക്കിയിട്ടുണ്ട്. പഴയ ബജാജ് ചേതക് എന്നും മലയാളികളുടെ ഒരു ഹരമാണ്. എന്നാൽ ഈ വാഹനം കളറടിച്ച് മിനുക്കിയാണ് ശുചിത്വ മിഷൻ സ്റ്റാളിൽ ഒരുക്കിയിരിക്കുന്നത്. വേസ്റ്റ് ടു ആർട്ട് എന്ന പ്രവൃത്തി കൊണ്ട് ഉപയോഗശൂന്യമായ എന്തിനേയും കാണാൻ ഇമ്പമുള്ളതാക്കാം എന്ന സന്ദേശമാണ് ശുചിത്വ മിഷൻ ഇതിലൂടെ പൊതുസമൂഹത്തിന് നൽകാൻ ശ്രമിക്കുന്നത്. ഇതിൽ ഏറ്റവും അട്രാക്ഷൻ എന്ന് പറയുന്നത് ശുചിത്വ മിഷൻ്റെ സ്റ്റാളിന് മുമ്പിൽ വെച്ചിട്ടുള്ള തീർത്തും ആക്രിക്കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു സ്കൂട്ടറാണ്. ഒരു സ്കൂട്ടറിനെ കളറാക്കി അതിൽ കുട്ടികൾക്ക് മുഴുവനും അല്ലെങ്കിൽ വരുന്നവർക്ക് മുഴുവൻ ഇമ്പമുണ്ടാക്കുന്ന വിധത്തിൽ അവർക്കൊരു സെൽഫി എടുക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് ആ ഒരു സ്പോട്ടിനെ മാറ്റി എന്നുള്ളതാണ്. ഇതിൽ നിന്ന് കൊടുക്കുന്നൊരു സന്ദേശം, നമ്മൾ വലിച്ചെറിയുന്ന ഓരോ വസ്തുക്കളും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന അഴകുള്ള വസ്തുക്കളാക്കി മാറ്റാൻ പറ്റുമെന്നുള്ളത്. കൂടാതെ പഴയ ബൈക്കിന്റെ റിം ഉപയോഗിച്ച് നിർമ്മിച്ച സ്റ്റൂളുകളും ബിരിയാണി ചെമ്പിന്റെ മൂടി ഉപയോഗിച്ച് നിർമ്മിച്ച മേശയും സ്റ്റാളിന്റെ മറ്റ് ആകർഷണങ്ങളാണ്. ഇത്തരം വേസ്റ്റ് ടു ആർട്ടുകൾക്ക് പുറമെ വയനാടിന്റെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ മുതൽക്കൂട്ടായവയുടെ പോസ്റ്ററുകൾ കൂടി സ്റ്റാളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വയനാട്ടിലെ 90% ജനങ്ങളും സാക്ഷരരാണെന്നും ഗോത്ര ജനസംഖ്യ കൂടുതലുള്ളതുകൊണ്ട് തുടർ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം വയനാട് ജില്ല കൂടുതൽ അർഹിക്കുന്നുണ്ടെന്നും ജില്ലാ കളക്ടർ DR മേഘശ്രീ. എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ 6ാം ദിവസം ജില്ലാ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച തുടർ വിദ്യാഭ്യാസ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ. മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാവുന്ന ജനകീയ പദ്ധതിയാണ് കേരളത്തിൽ സാക്ഷരതാ മിഷന്റെ തുടർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെന്ന് സെമിനാർ ചൂണ്ടിക്കാട്ടി. നവകേരളവും സാക്ഷരതയും എന്ന വിഷയത്തിൽ SCERT റിസർച്ച് ഓഫീസർ ഡോക്ടർ TV വിനീഷും തുടർ വിദ്യാഭ്യാസത്തിന്റെ അനന്ത സാധ്യതകൾ എന്ന വിഷയത്തിൽ ശാസ്ത്ര ഡയറക്ടർ ഡോക്ടർ VRV ഏഴോമും വിഷയാവതരണം നടത്തി. സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ P പ്രശാന്ത് കുമാർ സെമിനാറിന്റെ മോഡറേറ്ററായി.
സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കാവസ്ഥയിൽ കഴിയുന്ന ജനതയുടെ ശാക്തീകരണവും സർവോത്മുഖമായ പുരോഗതിയുമാണ് സാക്ഷരത തുടർ വിദ്യാഭ്യാസ പരിപാടിയുടെ ലക്ഷ്യം. വയനാടിൻ്റെ തുടർ വിദ്യാഭ്യാസം സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ജില്ലയാണ് വയനാട്. ബിക്കോസ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ആദിവാസി പോപ്പുലേഷൻ ഉള്ള ഒരു ജില്ലയും ആയതുകൊണ്ട് തുടർ വിദ്യാഭ്യാസത്തിന്റെ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ജുനൈദ് കൈപ്പാണി അധ്യക്ഷനായി. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് അസിസ്റ്റന്റ് എഡിറ്റർ കെ സുമ, കൽപ്പറ്റ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK ശിവരാമൻ, ജില്ലാ സാക്ഷരതാ മിഷൻ ഓഫീസ് സ്റ്റാഫ് PV ജാഫർ എന്നിവർ സംസാരിച്ചു. സ്ത്രീകൾക്ക് സൗജന്യ നിയമ സേവനം എങ്ങനെ പ്രാപ്യമാകും? 10ൽ കുറവ് ജീവനക്കാരുള്ള തൊഴിലിടത്തിലെ പരാതി പോഷ് ആക്ട് അനുസരിച്ച് എവിടെയാണ് നൽകേണ്ടത്? സ്ത്രീ സുരക്ഷ സംബന്ധിച്ച ഇത്തരം എല്ലാ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് മേളയിൽ ജില്ലാ വനിതാ ശിശു വികസന വകുപ്പ് ഒരുക്കിയിട്ടുള്ളത്. സഖി വൺ സ്റ്റോപ്പ് സെന്റർ, നിർഭയ, മിത്ര, ചൈൽഡ് ലൈൻ, വനിതാ ഹെൽപ്പ് ലൈൻ സേവനങ്ങൾ, പോഷ് ആക്ട് എന്നിവയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഹെൽപ്പ് ലൈൻ നമ്പറുകളും സ്റ്റാളിൽ തയ്യാറാക്കിയിട്ടുണ്ട്. അതിക്രമങ്ങൾക്കിരയാവുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പലതരത്തിലുള്ള സർവീസുകൾ നൽകി വരുന്നുണ്ട്. അതായത് ഷെൽട്ടർ ഹോം, മാക്സിമം 5 ദിവസം വരെ നമ്മൾ അവിടെ ഷെൽട്ടർ അനുവദിച്ചു കൊടുക്കും. പിന്നെ ലീഗൽ സഹായം, അതായത് പ്രധാനമായിട്ട് ലീഗൽ കൗൺസിലിംഗ് ആണ് കൊടുക്കുന്നത്. പിന്നെ കൗൺസിലിംഗ് സേവനമുണ്ട്, സൈക്കോ സോഷ്യൽ കൗൺസിലിംഗ് ഉണ്ട്. അതേപോലെ പോലീസിന്റെ സഹായമുണ്ട്. ഇപ്പം വീട്ടിലൊക്കെ പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയാണ്, അവിടെ പോയി റെസ്ക്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ പോലീസ് എസ്കോർട്ടോട് കൂടി പോയി നമ്മൾ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരും. പിന്നെ മെഡിക്കൽ സഹായം കൊടുക്കുന്നുണ്ട്. അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം എന്നുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളെ സ്റ്റാഫ് തന്നെ പോയിട്ട് ബൈസ്റ്റാൻഡറായി നിന്നിട്ട് അവർക്ക് വേണ്ട സേവനങ്ങളൊക്കെ നൽകി കൊടുക്കും. കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്ന കളിയിടത്തിലും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. പച്ചക്കറി വിളകൾ, അമൃതം പൊടി, ഗോതമ്പ്, മുത്താറി തുടങ്ങിയവ ഉപയോഗിച്ച് കുട്ടികൾക്കായി തയ്യാറാക്കിയ വ്യത്യസ്ത പോഷകാഹാര വിഭവങ്ങൾ, ധാന്യങ്ങൾ എന്നിവയും സ്റ്റാളിലുണ്ട്. നമ്മളെ വനിതാ ശിശു വികസന വകുപ്പിന്റെ സ്റ്റാളാണിത്. ഈ സ്റ്റാളിൽ നമ്മൾ അങ്കണവാടിയുമായി ബന്ധപ്പെട്ട ഒരുപാട് സ്കീമുകളൊക്കെ ഉണ്ട്. അതെല്ലാം ജനങ്ങൾക്ക് ഇൻഫർമേഷൻ നൽകുന്നതിന് വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു മോഡൽ അങ്കണവാടിയാണ് ഒരുക്കിയിരിക്കുന്നത്. നമ്മളുടെ ഈ ചെറിയ സൗകര്യത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. കുട്ടികൾക്ക് കളിക്കുന്നതിനും ഒരു കളിയിടമുണ്ട്. പിന്നെ ചിത്രം വരയ്ക്കുന്നതിന്, കുട്ടികളുടെ ക്രിയേറ്റീവ് ആക്ടിവിറ്റി ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കളിപ്പാട്ടങ്ങളുണ്ട്. കുട്ടികൾ ഈ സ്റ്റാളിൽ വന്നു കഴിഞ്ഞാൽ പോകാൻ വിസമ്മതിക്കുകയാണ് ചെയ്യുന്നത്. AK-47 മുതൽ റിവോൾവർ വരെയുള്ള ആയുധങ്ങളുടെയും തിരകളുടെയും ശേഖരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആയുധങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും ഫോട്ടോ എടുക്കാനും ഇവിടെ അവസരവുമുണ്ട്. കൂടാതെ ബോംബ് സ്ക്വാഡിന്റെയും ടെലി കമ്മ്യൂണിക്കേഷന്റെയും പ്രവർത്തനങ്ങളും ഇവിടെ വെച്ച് മനസ്സിലാക്കാം. അപ്പോൾ നിലവിലിപ്പോൾ നമ്മൾ കേരള പോലീസിൽ ഉപയോഗിക്കുന്ന എല്ലാ വെപ്പൺസും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിലെ പണ്ട് നമ്മൾ പരേഡിന് ഉപയോഗിച്ച 303 മുതൽ നിലവിലെ ലേറ്റസ്റ്റ് വെപ്പണായ AK-47, SLR, അതുപോലെ തന്നെ ടാറ് എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി റൈറ്റ് വെപ്പൺസ്, പമ്പ് ആക്ഷൻ, അതുപോലെ നിലവിൽ ഉപയോഗിക്കുന്ന ലേറ്റസ്റ്റ് ഗ്ലോക്ക് പിസ്റ്റൾ 19, അതുപോലെ തന്നെ ഓട്ടോ പിസ്റ്റളുണ്ട്, റിവോൾവർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ SOG സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിൽ ഉപയോഗിക്കുന്ന, ഞങ്ങൾ ഡ്യൂട്ടിയായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇതെല്ലാം എല്ലാവർക്കും കാണാൻ വേണ്ടി ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വരിക, ഇതെല്ലാം കാണുക, ഇതിനെക്കുറിച്ച് പരിചയപ്പെടുക. സോഷ്യൽ പോലീസിംഗിന് കീഴിലുള്ള സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ്, ജനമൈത്രി, ഹോപ്പ്,
ചിരി, തുണ, പോൾ ആപ്പ്, യോദ്ധാവ് തുടങ്ങിയ പദ്ധതികളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളും സൈബർ കുറ്റകൃത്യങ്ങളെയും തട്ടിപ്പുകളെയും കുറിച്ചുള്ള അവബോധവും ലഭിക്കാൻ ഇവിടെ ഒന്ന് സന്ദർശിച്ചാൽ മാത്രം മതി. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വനിതകൾക്കായി സ്വയം പ്രതിരോധ പ്രവർത്തനങ്ങളും നൽകുന്നുണ്ട്. ജനമൈത്രി പോലീസിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചുമുള്ള ബുക്ക്ലെറ്റുകളും നോട്ടീസുകളും സ്റ്റാളിൽ പോലീസ് വിതരണം ചെയ്യുന്നുമുണ്ട്. ജില്ലാ ജയിലിന്റെ മാതൃകയിലാണ് പ്രധാന കവാടം. ഫെൻസിങ്ങോടെയുള്ള മതിൽ, സെല്ലുകൾ എന്നിവയുമുണ്ട്. വധശിക്ഷ തടവുകാരെ പാർപ്പിക്കുന്ന കണ്ടംഡ് സെൽ, തടവുകാർക്ക് ഫോൺ ചെയ്യാനുള്ള സ്മാർട്ട് കാർഡ് ഉപകരണം, തടവുകാരുടെ പരാതിപ്പെട്ടി എന്നിവയുമുണ്ട്. EMS, AKG തുടങ്ങിയ നേതാക്കന്മാർ ജയിൽവാസകാലത്ത് സ്വന്തം കൈപ്പടയിൽ എഴുതിയ രജിസ്റ്ററുകളും പരോൾ അപേക്ഷയും പ്രമുഖരുടെ ജയിൽ സന്ദർശക രജിസ്റ്ററിലെ കുറിപ്പുകളും തെളിമ ചോരാതെ തന്നെ തനതു രീതിയിൽ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ജയിൽ വകുപ്പിന്റെ കഴിഞ്ഞ 9 വർഷത്തെ നേട്ടങ്ങളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ സംസ്ഥാന രൂപീകരണത്തിനു ശേഷം ആദ്യമായി രൂപം കൊണ്ട കൂത്തുപറമ്പ് സ്പെഷ്യൽ സബ് ജയിലിന്റെയും തവനൂർ സെൻട്രൽ ജയിൽ ഉദ്ഘാടനത്തിന്റെ വിവരങ്ങളും സംസ്ഥാനത്ത് തൂക്കിലേറ്റിയവരുടെ വിവരങ്ങളും വിവിധ തരം ശിക്ഷാ നടപടികൾ, ശിക്ഷാ തടവുകാർക്കുള്ള അവധികൾ തുടങ്ങി ജയിൽ വകുപ്പിന്റെ ചരിത്രവും കൃത്യമായി സ്റ്റാളിൽ നിന്ന് മനസ്സിലാക്കാം. യുവജനതയിൽ പിടിമുറുക്കുന്ന മയക്കുമരുന്ന് ലഹരിയെ തുടച്ചു നീക്കി ജീവിതമെന്ന പോസിറ്റീവ് ലഹരിയിലേക്ക് എത്തിക്കുകയാണ് സ്റ്റാളുകളിലൂടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്. ഡാറ്റ്ബോർഡ്, ത്രോബോൾ, പസിൽ എന്നീ ഗെയിമുകളാണ് ഇതിനായി തയ്യാറാക്കിയത്. ത്രോബോളിൽ മിന്നുന്ന പ്രകടനം നടത്തുന്ന കുട്ടികൾക്ക് സമ്മാനവുമുണ്ട്. പ്രായഭേദമന്യേ ആരെയും ആകർഷിക്കുന്ന സ്റ്റാളിൽ നോ ടു ഡ്രഗ്സ് സിഗ്നേച്ചർ ക്യാമ്പയിൻ, സെൽഫി കോർണർ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. പൊതുജന പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സിഗ്നേച്ചർ ലഹരിക്കെതിരെ കയ്യൊപ്പ്, ആദ്യം തന്നെ ലഹരിക്കെതിരെ കയ്യൊപ്പ്, അതിനുശേഷം ഫോട്ടോ കോർണർ, എല്ലാവർക്കും വന്ന് സെൽഫി എടുക്കാനോ അല്ലെങ്കിൽ ഫോട്ടോ നമ്മൾ എടുത്തു കൊടുക്കുന്ന ഒരു രീതിയിൽ സേ നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്ന ക്യാപ്ഷനോട് കൂടിയിട്ടുള്ള കേരള എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വയനാട് ഡിവിഷൻ്റെ ആ ഒരു എംബ്ലത്തോട് കൂടിയിട്ടുള്ള ഒരു ഫോട്ടോ കോർണർ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. കൂടാതെ മാഗ്നറ്റിക് ഡാർട്ട്, അതിലാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 6 തവണ എഴുതിട്ട് ഉന്നം പരിശോധിക്കാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ താഴെ മെസ്സേജും കൊടുത്തിട്ടുണ്ട്. ജാഗ്രത നഷ്ടപ്പെടും ലഹരിയുടെ ഉപയോഗം തുടങ്ങിയാൽ എന്നുള്ളൊരു മെസ്സേജ് നൽകാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ 9 വർഷക്കാലത്തെ മയക്കുമരുന്ന് കേസുകളിൽ നടപ്പിലാക്കിയ ഉയർന്ന ശിക്ഷകളുടെ പത്രക്കുറിപ്പുകൾ, ചിത്രങ്ങൾ, സമൂഹത്തിന് സംഭവിക്കുന്ന വിപത്തുകൾ എന്നിവ സംബന്ധിച്ച് സന്ദർശകർക്ക് ബോധവൽക്കരണവും നൽകുന്നുണ്ട്. ജീവിതം എന്നത് ഉന്നം തെറ്റാതെ നിശ്ചിത പരിധിക്കുള്ളിൽ തീർക്കേണ്ട ലക്ഷ്യമാണെന്ന സന്ദേശമാണ് ഡാറ്റ് ബോർഡ് ഗെയിമിലൂടെ പ്രചരിപ്പിക്കുന്നത്. ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുകയെന്ന പ്രചോദനത്തോടെ ഐ ലവ് മൈ ലൈഫ് ഏരിയയും സ്റ്റാളിൽ ഒരുക്കിയിട്ടുണ്ട്. മണ്ണിന്റെ തരവും മൂല്യവും അറിഞ്ഞ് കൃഷി ചെയ്യണമെന്ന് കാർഷിക സെമിനാർ. വയനാട്ടിൽ നടക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഭാഗമായി കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. കാപ്പി, കുരുമുളക്, ശാസ്ത്രീയ കൃഷിയും പരിപാലന മുറകളും എന്ന വിഷയത്തിൽ നടത്തിയ സെമിനാറിൽ 100-ലധികം കർഷകർ പങ്കെടുത്തു. ജില്ലയിൽ മണ്ണിന്റെ ഗുണനിലവാരവും വളക്കൂറും പോഷകമൂലകങ്ങൾ മനസ്സിലാക്കിയുള്ള കൃഷിരീതികളും നിർബന്ധമാണ്. കാലാവസ്ഥാ വ്യതിയാനം കാപ്പി, കുരുമുളക് കൃഷികളെ സാരമായി ബാധിച്ചിട്ടുമുണ്ട്. ഇത് പ്രതിരോധിക്കാൻ കൃഷിയിൽ ശാസ്ത്രീയ പരിപാലന മുറകൾ നടത്തേണ്ടതുണ്ട്. ജില്ലയിൽ 30-ലധികം സ്ഥലങ്ങളിൽ മണ്ണിന്റെ pH മൂല്യം 5-ൽ താഴെയാണ്. കുറഞ്ഞ പ്രദേശങ്ങളിൽ മാത്രമാണ് മണ്ണിൽ 6-ൽ കൂടുതൽ pH മൂല്യമുള്ളത്. ഇതുമൂലം കാപ്പി, കുരുമുളക് ചെടികളിൽ ദ്രുതവാട്ടം കൂടുതലാണെന്നും രാസകൃഷി രാസവളമല്ല ശാസ്ത്രീയ പരിപാലനമെന്നും സെമിനാർ അഭിപ്രായപ്പെട്ടു. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന എൻ്റെ കേരളം മേളയിലെ സെമിനാറിൽ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജുനൈദ് കൈപ്പാണി ആമുഖ പ്രഭാഷണം നടത്തി.
കൃഷി വകുപ്പ് റിട്ടയർഡ് ജോയിന്റ് ഡയറക്ടർ പി വിക്രമൻ വിഷയം അവതരിപ്പിച്ചു. ജില്ലാ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ രാജീവ് വർഗീസ് മോഡറേറ്ററായി. കടൽ പക്ഷിയെ പോലെ അവർ കുതിക്കും. ജലാശയങ്ങളുടെ അടിത്തട്ടിലേക്ക്, ആഴങ്ങളിലേക്ക് മുങ്ങിത്താഴുന്നവർക്കരികിലേക്ക് പ്രതീക്ഷയുടെ കരം നീട്ടി ജീവന്റെ മറുകരയിലേക്ക് വലിച്ചു കയറ്റും. അഗ്നിരക്ഷാ വകുപ്പിൽ നിയമിച്ച 100 വനിതാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 17 പേരിൽ 2 പേർ വയനാട് സ്വദേശിനികളാണ്. കൊച്ചിയിൽ നടന്ന 31 ദിവസത്തെ പരിശീലനം വിജയകരമാക്കി പൂർത്തിയാക്കിയ സന്തോഷത്തിലും ആത്മവിശ്വാസത്തിലുമാണ് മീനങ്ങാടി സ്വദേശിനി സിമിൽ ജോസും ബത്തേരി സ്വദേശിനി ശ്രീലക്ഷ്മിയും. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സ്കൂബ ഡൈവിംഗ് ടീമിലെ അംഗമാണ് ഞങ്ങള്. ഇത് ഗ്യാനസ് എന്ന് പറഞ്ഞ പേരിലാണ് അറിയപ്പെടുന്നത്. ഞങ്ങൾക്ക് ഫയർഫോഴ്സിന്റെ കീഴിൽ IITWR ഫോർട്ടേഴ്സിൽ വെച്ചിട്ടാണ് ഇതിന്റെ പരിശീലനം കിട്ടിയത്. 25 മുതൽ 30 മീറ്റർ വരെ ആഴത്തിൽ ഡൈവ് ചെയ്ത് ബോഡി റിക്കവർ ചെയ്യാനും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള പരിശീലനം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ സ്കൂബ ഡൈവിംഗ് ടീം ഞങ്ങൾ 24/7 നമ്മളിവിടെ അവൈലബിൾ ആണ്. വയനാട് ജില്ലയിൽ എവിടെ അപകടം നടന്നാലും നമുക്ക് അവിടെ ചെന്ന് റെസ്ക്യൂ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ സ്ത്രീകൾ വളരെ കുറഞ്ഞൊരു മേഖലയാണ് സ്കൂബ ഡൈവിംഗ്. അപ്പോൾ ഇതിലേക്ക് ഞങ്ങളുടെ ഒരു മോട്ടിവേഷനായിട്ട് പുതിയ ആളുകൾ ഇതിലേക്ക് ഇറങ്ങി തിരിക്കുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് സ്ത്രീകൾ അഗ്നിരക്ഷാ സേനയിൽ ജലാശയ രക്ഷാപ്രവർത്തനങ്ങൾക്കായി സ്ത്രീകളെ കൂടി ഉൾപ്പെടുത്തുന്നത്. ജലാശയ അപകടങ്ങളിൽ രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുകയും ജലാശയ അപകടങ്ങൾ ലഘൂകരിക്കുകയുമാണ് ലക്ഷ്യം. കൽപ്പറ്റയിൽ നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ അഗ്നിശമന സേന ഒരുക്കിയ സ്റ്റാളുകളിൽ തങ്ങളുടെ ദൗത്യം പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇവരുമുണ്ട്. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം ഏറ്റവും കൂടുതലുള്ള ജില്ലകളിലൊന്നാണ് വയനാട്. പാമ്പ് മുതൽ കടുവയും കാട്ടാനയും വരെയുള്ളവരുടെ ആക്രമണ ഭീഷണിയും നിലനിൽക്കുന്ന ഇടമാണിവിടം. വർഷത്തിൽ എല്ലാ ദിവസവും കർമ്മനിരതരായ വനം വകുപ്പിന് കടുവയുടെയും പുലിയുടെയും ആക്രമണം രൂക്ഷമായ ചില മാസങ്ങളിൽ രാപ്പകൽ വിശ്രമമില്ലാത്ത ജോലിയാണ് ചെയ്യേണ്ടി വരുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ വന്യമൃഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനും വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതികളെക്കുറിച്ചും സംവിധാനങ്ങളെക്കുറിച്ചും ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് വനം വകുപ്പിന്റെ സ്റ്റാൾ. സംസ്ഥാനത്ത് വയനാട്ടിൽ മാത്രം ആവിഷ്കരിച്ച് നടപ്പാക്കിയ AI ഫെൻസിംഗ് മുതൽ കൂട്ടിലാക്കുന്ന കടുവയെയും പുലിയെയും കൊണ്ടുപോകുന്ന വല വരെയുള്ള എല്ലാ സംവിധാനങ്ങളും ആളുകൾക്ക് അടുത്തറിയാൻ ഇവിടെ അവസരമുണ്ട്. ജനപങ്കാളിത്തത്തോടെയുള്ള വന്യമൃഗശല്യ പ്രതിരോധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിനും വകുപ്പിന്റെ വിവരങ്ങൾ ജനങ്ങളിലേക്കും ജനങ്ങളിൽ നിന്നുള്ള പരാതികളും അറിവുകളും വകുപ്പിലേക്കും എത്തിക്കുന്നതിനും സംയുക്ത നീക്കങ്ങളാണ് നടത്തുന്നത്. വനാതിർത്തിയിലുള്ളവർക്ക് സുരക്ഷിത ജീവിതം ഒരുക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇത്തരം മേഖലകളിലൂടെ വനം വകുപ്പ് നടപ്പിലാക്കുന്നത്. കുട്ടികളുടെ ആധാർ കാർഡ് എടുക്കൽ, 10 വർഷം പഴക്കമുള്ള ആധാർ പുതുക്കൽ, ആധാർ കാർഡിലെ തെറ്റുതിരുത്തൽ, ഫോട്ടോ മാറ്റൽ, 5-10 വയസ്സുകളിൽ നടത്തേണ്ട നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ, ആധാറിൽ മൊബൈൽ നമ്പർ ചേർക്കൽ തുടങ്ങി ആധാറുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങൾ അഭിമുഖീകരിക്കുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം പ്രദർശനമേളയിലെ അക്ഷയ സ്റ്റാളിൽ ലഭ്യമാണ്. ഇവിടെ പ്രധാനമായും അക്ഷയയുടെ സേവനങ്ങളാണ് നൽകുന്നത്. അക്ഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള ആധാർ കാർഡ് പുതുക്കുക, അപ്ഡേറ്റ് ചെയ്യാനും അഡ്രസ് ചേഞ്ച് ചെയ്യുക, ഇത്തരം സർവീസുകൾ. പിന്നെ കൂടാതെ ഓൺലൈൻ സേവനത്തിൽ കുറേയധികം സർവീസുകൾ അക്ഷയയിൽ ചെയ്യുന്ന എല്ലാ പ്രോഗ്രാംസും ഏതാണ്ട് ഇവിടെ നമ്മൾ ഇപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അക്ഷയയിലൂടെ ലഭ്യമാകുന്ന സേവനങ്ങളെ പറ്റിയും അക്ഷയ സംരംഭകനാകാനുള്ള മാർഗനിർദ്ദേശങ്ങളും സ്റ്റാളിൽ നിന്നും ലഭിക്കും. സൈബർ സെക്യൂരിറ്റിയെക്കുറിച്ചുള്ള അവബോധവും കുട്ടികൾക്കായുള്ള ഗെയിം സോണുമാണ് സംസ്ഥാന IT മിഷന്റെ സ്റ്റാളിൽ ഒരുക്കിയ മറ്റൊരു പ്രത്യേകത. ഇത് സൈബർ സെക്യൂരിറ്റി അവയർനെസ്സിന് വേണ്ടി ഞങ്ങൾ ചെയ്തിരിക്കുന്നതാണ്. നമ്മൾ കറക്റ്റ് സൈബർ ആയിട്ടുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാതെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ
അതൊരു ചതിക്കുഴിയിൽ വീണ് നമ്മുടെ ജീവിതവും എല്ലാ കാര്യങ്ങളും നഷ്ടമാവും എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ സിംബോളിക്കലി ഇത് ചെയ്തിരിക്കുന്നത്. സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതിന്റെ കാരണങ്ങളും ഇത്തരം കുറ്റകൃത്യങ്ങളിൽ കുട്ടികളും മുതിർന്നവരും സ്വമേധയാ ഇരകളായി മാറുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും ഈ സ്റ്റാൾ ചർച്ച ചെയ്യുന്നുണ്ട്. സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന സന്ദേശം നൽകിയാണ് സ്റ്റാളിൽ നിന്നും പൊതുജനങ്ങളെ ഇവർ തിരിച്ചയക്കുന്നത്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം സോഷ്യൽ മീഡിയ സെല്ലിന്റെയും ജീവനക്കാരുടെയും വെള്ളരിമല വില്ലേജ് ഓഫീസർ എം അജീഷിന്റെയും ആർട്ടിസ്റ്റ് അയ്യപ്പന്റെയും നേതൃത്വത്തിൽ 5 ദിവസം കൊണ്ടാണ് ബ്രിഡ്ജ് ഓഫ് ഹോപ്പ് നിർമ്മിച്ചത്. ഇതിനാവശ്യമായ ഉരുളൻ കല്ലുകൾ ദുരന്തം താണ്ഡവമാടിയ ചൂരൽമലയിൽ നിന്ന് തന്നെ എത്തിച്ചു. എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ പ്രവേശന കവാടത്തിനടുത്താണ് ബ്രിഡ്ജ് ഓഫ് ഹോപ്പ് സ്ഥാപിച്ചിട്ടുള്ളത്. ദുരന്തം അതിജീവിച്ചവർക്കായി ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ബെയ്ലി എന്ന സ്റ്റാർട്ടപ്പ് മിഷനും തുടങ്ങിയിട്ടുണ്ട്. ബെയ്ലി കഫേ, മുള ഉൽപ്പന്നങ്ങൾ, കുടിവെള്ളക്കുപ്പി തുടങ്ങിയവയും ബെയ്ലിക്ക് കീഴിൽ നിർമ്മിക്കുന്നു. ബെയ്ലി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനായി ജില്ലാ ഭരണകൂടം തിരഞ്ഞെടുത്തിരിക്കുന്നത് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെയാണ്. കരസേനയിലെ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് 190 അടി നീളമുള്ള ബെയ്ലി പാലം ദുരന്ത സ്ഥലത്ത് നിർമ്മിച്ചത്. സ്ഥലങ്ങളുടെയും ആധാരം ഉൾപ്പെടെയുള്ള രേഖകളുടെയും വിവാഹ രജിസ്ട്രേഷനും മറ്റും സംബന്ധിച്ചുമുള്ള പൊതുജനങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പ്രമാണങ്ങളുടെ അനന്യത തെളിയിക്കൽ, ഇടപാടുകൾക്ക് പ്രചാരം നൽകൽ, കൃത്രിമം തടയൽ, വസ്തു മുമ്പ് കൈമാറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തൽ തുടങ്ങിയവയാണ് രജിസ്ട്രേഷൻ നിയമങ്ങളുടെ സുപ്രധാന ലക്ഷ്യം. സംസ്ഥാന ഖജനാവിലെ റവന്യൂ വരുമാന സ്രോതസ്സുകളിൽ വിൽപ്പന നികുതി വകുപ്പ്, എക്സൈസ് വകുപ്പ് എന്നിവ കഴിഞ്ഞാൽ 3-ാം സ്ഥാനം രജിസ്ട്രേഷൻ വകുപ്പിനാണ്. രജിസ്ട്രേഷൻ നിയമങ്ങൾ ഇടപാടുകളെയല്ല മറിച്ച് ആധാരങ്ങളെയാണ് പ്രധാനമായും നിയന്ത്രിക്കുന്നത്. പ്രധാനമായും ആധാരം എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതും ആധാരം സ്വയം തയ്യാറാക്കി എങ്ങനെ രജിസ്ട്രേഷൻ നടപടി പൂർത്തിയാക്കാം എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. മാരേജ് രജിസ്ട്രേഷൻ ഓൺലൈനായിട്ട് തന്നെയാണ് ഏകദേശം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സർട്ടിഫിക്കറ്റ് നൽകലും പിന്നെ മാരേജ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് മാത്രമാണ് ഓഫീസിൽ വരേണ്ട ആവശ്യമുള്ളത്. പിന്നെ ബാധ്യതാ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കുന്നത്. ഓൺലൈനായിട്ട് തന്നെയാണ് സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നത്. അതുപോലെ ആധാരങ്ങളുടെ പകർപ്പുകളുടെ അപേക്ഷയും ഓൺലൈനായിട്ടാണ് സമർപ്പിക്കുന്നതും 1998 മുതലുള്ള എല്ലാ പകർപ്പുകളും ഇപ്പോൾ ഓൺലൈനായിട്ട് തന്നെ ഡിജിറ്റൽ രൂപത്തിൽ പുറത്തുനിന്ന് തന്നെ ലഭ്യമാക്കുന്നതാണ്. ഏകദേശം ഒരുവിധം കാര്യങ്ങളെല്ലാം ഓൺലൈനായി കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള സ്റ്റെപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ആവുന്നതാണ്. ആധാരത്തിന്റെ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് കോപ്പി തത്സമയം സ്റ്റാളിൽ നിന്ന് ലഭ്യമാകും. ഭൂമിയുടെ സർവേ നമ്പർ നൽകിയാൽ ആ ഭൂമിയുടെ ന്യായവില അറിയാം. അണ്ടർ വാല്യൂ ആയ സ്ഥലത്തിന് പണം അടയ്ക്കുന്നതിനുള്ള അവസരവും രജിസ്ട്രേഷൻ വകുപ്പിന്റെ സ്റ്റാളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനാണ് എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ മിനി തിയേറ്റർ ഒരുക്കിയിരിക്കുന്നത്. മലയാളത്തിലെ നിത്യഹരിത സിനിമകൾ തുടർച്ചയായി പ്രദർശിപ്പിക്കുകയാണ് തിയേറ്ററിൽ. 21.5 അടി നീളവും 11.5 അടി ഉയരവുമുള്ള LED സ്ക്രീനും അത്യാധുനിക സൗണ്ട് സിസ്റ്റവും മികച്ച സാങ്കേതിക വിദ്യകളുമായി നിർമ്മിച്ച മിനി തിയേറ്ററിൽ ഒരേ സമയം 50ഓളം ആളുകൾക്ക് സിനിമ ആസ്വദിക്കാം. സിനിമാ പ്രേമികൾക്കായി ദിവസവും 4-5 വ്യത്യസ്ത സിനിമകൾ പ്രദർശിപ്പിക്കും. ലോക ശ്രദ്ധ നേടിയ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സിനിമകളും ബോക്സ് ഓഫീസ് ഹിറ്റ് സിനിമകളുമായിരിക്കും കൂടുതൽ. ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ഒരു തികച്ചും നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ മൺമറഞ്ഞുപോയ കലാകാരന്മാരെ ഒറ്റ കൂടി കാണാനും പറ്റി.
നല്ല രീതിക്കുള്ള സിനിമാ പ്രദർശനങ്ങളാണ് കാണുന്നത്. നല്ല സെലക്റ്റീവ് സിനിമകളാണ് ഇവിടെ കിട്ടുന്നത്. അതിൽ നല്ല എക്സ്പീരിയൻസിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ചും നല്ലൊരു പ്രവർത്തനമാണ് ഇങ്ങനെ ഒരു സിനിമ വന്നതിലൂടെ പറയാനുള്ളത്. മേളയിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന സ്റ്റാളുകളിലൊന്നാണ് കായിക വകുപ്പിന്റേത്. ഇലക്ട്രിക് ബസ് വയർ ഗെയിം, ത്രോയിങ് ടാർജറ്റ്, ബാസ്കറ്റ്ബോൾ, സോഫ്റ്റ് ആർച്ചറി, സ്വിസ് ബോൾ, ബാഡ്മിന്റൺ, ഹോക്കി, ഹൂപ്സ്, സ്കിപ്പിംഗ് റോപ്പ്, ബാലൻസിംഗ്, ടേബിൾ ടെന്നീസ്, ഫുട്ബോൾ, ഫോം റോളർ എന്നിങ്ങനെ നീളുകയാണ് പട്ടിക. അമ്പെയ്യാനും ഗോളടിക്കാനും ബോൾ ബാസ്കറ്റ് ചെയ്യാനും വളയമെറിഞ്ഞ് കളിക്കാനും കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും മടിയേതുമില്ലാതെ കളത്തിലിറങ്ങുന്നുണ്ട്. ഇപ്പൊ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സ്റ്റാളില് പല രീതിക്കുള്ള ആക്ടിവിറ്റീസും അതേപോലെ പല ഗെയിമുകളും എല്ലാം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് വളരെ എന്താണ് സ്പോർട്സ്, കേരളത്തിലെ കായികം എന്താണെന്നുള്ളതിന് ഒരു ഉദാഹരണത്തിന് അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഒരു റിക്രിയേഷൻ എന്ന രീതിക്ക് സ്കിപ്പിങ്, അതേപോലെ തന്നെ ഫുട്ബോള്, അതെന്താന്ന് ഗെയിം പരിചയം, അതുപോലെ തന്നെ ആർച്ചറിങ്, ബാലൻസ് ബോള്, ബാലൻസിങ്, അങ്ങനെ കുറെ ഒരു റിക്രിയേഷൻ ആക്ടിവിറ്റീസ് നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടവും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പും സംയുക്തമായാണ് എൻ്റെ കേരള മേള സംഘടിപ്പിച്ചത്. കൽപ്പറ്റ SKJM ഹൈസ്കൂൾ മൈതാനത്ത് നടക്കുന്ന മേളയിൽ വിവിധ വകുപ്പുകളുടെ 100ഓളം സ്റ്റാളുകളാണ് ഒരുക്കിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ വികസനക്ഷേമ പ്രവർത്തനങ്ങളും സംസ്ഥാനം കൈവരിച്ച മികവുകളും നേട്ടങ്ങളുമെല്ലാം പ്രദർശന മേളയിലെത്തുന്നവർക്ക് വിവിധ മേഖലകളിൽ കേരളം ഒന്നാമതായത് എങ്ങനെ എന്നതിനുള്ള നേർക്കാഴ്ചകളാണ് സമ്മാനിക്കുന്നത്.